ഹായ് മക്കളെ, വെൽക്കം ടു ഇഗ്നീഷ്യയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഷാരൂൺ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിൽ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമെറിസം എന്ന് പറയുന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി നിങ്ങൾ ഇതിന്റെ ഒരു ഭാഗം പഠിച്ചു കഴിഞ്ഞതാണ് 9ാം ക്ലാസ്സിൽ. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. ഇത് വളരെ രസകരമായ ഒരു ചാപ്റ്റർ ആണ്. നമ്മൾ കണക്കൊക്കെ ചെയ്ത് പഠിക്കുന്ന പോലെ വളരെ രസത്തിൽ പേരിട്ട് പോകാൻ പറ്റുന്ന ഒരു പേരിടൽ ചടങ്ങാണ് ആക്ച്വലി നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുക. ഓക്കെ, ഓൾറെഡി നിങ്ങളുടെ ക്ലാസ്സിൽ കഴിഞ്ഞു പോയി കാണണം. ചിലവർക്ക് അത് ഡൗട്ട് ഉണ്ടാവും. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ ക്ലാസ് സെറ്റ് ആക്കി തരാം. സാറ് വളരെ സിമ്പിൾ ആയിട്ട് റെഡിയാക്കി തരാം. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ ലെറ്റ്സ് ഗോ. ഈ ചാപ്റ്റർ ഞാൻ നേരത്തെ പറഞ്ഞു 9ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. 9th നിങ്ങൾ നയൻത് സ്റ്റാൻഡേർഡ് ലാസ്റ്റ് പഠിച്ച ഒരു ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിന്റെ പേര് ഓർമ്മയുണ്ട്, ഓർഗാനിക് കെമിസ്ട്രി ആണ് അല്ലെ. ആ ഓർഗാനിക് കെമിസ്ട്രി എന്താണെന്ന് ഒരു ഐഡിയ സാറ് തരാണ്. വേറൊന്നല്ല, മറന്നുപോയി കാണണം അല്ലെ, പണ്ട് പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. അപ്പൊ ചിലപ്പോ അതെന്താണെന്ന് ചിലപ്പോ ഓർമ്മയുണ്ടെങ്കിൽ അതിൽ ചില കാര്യങ്ങൾ ഓർമ്മയുണ്ടാകത്തില്ല. പക്ഷെ ഈ ചാപ്റ്റർ നമുക്ക് ചെയ്യണമെങ്കിൽ എന്തായാലും ഒരു ബേസിക് ഐഡിയ ഈ പറയുന്ന സാധനം, അതായത് ഈ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന ആളും ഇയാളെ കുറിച്ചും ഒരു ബേസിക് ഐഡിയ ഇല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അപ്പൊ അതുകൊണ്ട് സാർ അതിന്റെ ഒരു ബേസിക് ഐഡിയ ആദ്യം തരാം. അപ്പൊ ഇത്രേ ഉള്ളൂ. ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി that deals with the study of the carbon and carbon compounds. കാർബണും കാർബണിന്റെ കോമ്പൗണ്ടുകളും അവയുടെ പെക്യുലാരിറ്റീസും അവരുടെ റിയാക്ഷൻസും അവരുണ്ടാക്കുന്ന സകല കാര്യങ്ങളും ഉൾപ്പെടുന്ന കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡി മാത്രമാണ് എന്ത് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ അല്ലടാ, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇനി ഇതൊക്കെ കഴിഞ്ഞ കാര്യമുണ്ടോ, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് സാർ ഒന്ന് പറയുന്നുള്ളൂ. അപ്പൊ നോക്കുക, ഈ കാർബൺ എന്ന് പറയുന്ന ആളുടെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. അറ്റോമിക് നമ്പർ 6 ആണ്. ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുമ്പോൾ നോക്കുക എങ്ങനെ വരും, ഇത് 2,4 എന്ന് പറയും. എങ്ങനെയാണ് ഇത് വരുന്നൊക്കെ അറിയാലോ, ഞാൻ കഥയൊക്കെ സാർ അതിലേക്ക് പോകണം കേട്ടോ. ഓക്കെ, നോക്കിയേ, അപ്പൊ 2,4 എന്ന് പറയുന്നതാണ് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പൊ ഈ പറയുന്ന രണ്ടാമത്തെ ഷെല്ലിൽ 4 ഇലക്ട്രോൺ ഉണ്ടാകുമ്പോൾ അതിനർത്ഥം അതിന്റെ വാലൻസി എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 4 ആയിരിക്കണം. ഓക്കെ, അതായത് 4 ഇലക്ട്രോണും കൂടി വേണം അതിന് എന്ത് കംപ്ലീറ്റ് ചെയ്യാൻ, ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെ. ഇതൊക്കെ അറിയാവുന്ന കാര്യമാണെന്ന് പറയുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഈ പറയുന്ന 4 എന്ന് പറയുന്ന 4 എന്ന് പറയുന്നതാണ് കാർബണിന്റെ വാലൻസി. ഓക്കെ അല്ലടാ. അങ്ങനെയാണെങ്കിൽ ഈ കാർബൺ ഇതേപോലെ ഞാൻ സാർ 4 ബോണ്ട് ഉണ്ടാക്കുന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ അല്ലെ. കാർബൺ 4 ഇങ്ങനെ ഷെയർ ചെയ്ത് കാർബണും മറ്റേ ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ കാർബണും കുറച്ച് ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തുകൊണ്ട് അല്ലെ ഒരു കോവാലന്റ് ബോണ്ടിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവല്ലേ. അത് തന്നെ സംഭവം കേട്ടോ. അപ്പോ ഈ കാർബൺ ഇങ്ങനെ 4 ബോണ്ടുകൾ ഉണ്ടാക്കാം. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം 3 തരത്തിലുള്ള ബോണ്ടുകളാണ് ഉള്ളത്. ഒന്ന് സിംഗിൾ ബോണ്ട് ഉണ്ടാക്കും അല്ലെ, ഏകബന്ധനം എന്ന് പറയുന്ന ഒരു ബോണ്ട് കാർബൺ ഉണ്ടാക്കും. രണ്ടാമത്തേത് ഡബിൾ ബോണ്ട് അല്ലെ. ഇനി മൂന്നാമത്തേത് ഒന്നുണ്ട്, ഭയങ്കര എളുപ്പം. സിംഗിളും ഡബിളും കഴിഞ്ഞ മൂന്നാമത്തെ എന്താ? ട്രിപ്പിൾ ബോണ്ട്. അപ്പൊ 3 തരത്തിലുള്ള ബോണ്ടുകളാണ് കാർബൺ ഉണ്ടാക്കുക. ഒന്ന് സിംഗിൾ ബോണ്ട്, ഒന്ന് ഡബിൾ ബോണ്ട്, ഒന്ന് ട്രിപ്പിൾ ബോണ്ട്. ഇതൊക്കെ അറിയാവുന്ന കാര്യമല്ലേ? ഓക്കെ അല്ലേ? ഇനി ഈ പറയുന്ന ചാപ്റ്ററിൽ തന്നെ നമ്മൾ പഠിച്ച മറ്റൊരു കാര്യമാണ് എന്താണ് ഹൈഡ്രോ കാർബണുകൾ. എന്താണ് ഹൈഡ്രോ കാർബണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ എളുപ്പമാണ്. ആ പേര് പോലെ തന്നെ കാർബണും ഹൈഡ്രജനും ചേർന്നുണ്ടാകുന്ന കോമ്പൗണ്ടുകളാണ് ഹൈഡ്രോ കാർബണുകൾ. ഞാനിത് നേരത്തെ പറഞ്ഞു, കാർബണും ഉണ്ടാക്കുന്ന കോമ്പൗണ്ടുകളും തമ്മിലുള്ള പഠനമാണ് ആക്ച്വലി എന്ത് ഈ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ എന്താ? കാർബണും ഹൈഡ്രജനും ചേരുന്നതാണ്. ഈ കാർബൺ ഹൈഡ്രജനോട് മാത്രമല്ല ഓക്സിജനോട് ചേരും, നൈട്രജനോട് ചേരും. അതൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ. ഓക്കെ, അപ്പോ ഈ പറയുന്ന ഹൈഡ്രോ കാർബണെ തന്നെ നമ്മൾ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഒന്ന് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ അല്ലെ, പൂരിത ഹൈഡ്രോ കാർബൺ എന്ന് തരം തിരിച്ചിട്ടുണ്ട്. അതേപോലെ രണ്ടാമത്തേതാണ് അതിലുള്ളത് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ, അപൂരിത ഹൈഡ്രോ കാർബണുകൾ. അപ്പൊ 2 തരത്തിൽ ഈ ഹൈഡ്രോ കാർബൺ നമുക്ക് തിരിക്കാം. ഒന്ന് സാച്ചുറേറ്റഡ് എന്നും പൂരിതമെന്നും, രണ്ടാമത്തേത് അൺസാച്ചുറേറ്റഡ് എന്നും അപൂരിതം എന്നും രണ്ടായിട്ട് തിരിക്കുക അല്ലെ. ഇത് ഭയങ്കര എളുപ്പമാണ്. ഈ പറയുന്ന ബോണ്ടിനെ ഞാനൊന്ന് മാറ്റിക്കോട്ടെ. അതായത് ഈ പറയുന്ന ബോണ്ട് അറിയാലോ, ഇതാണ് എന്ത്? സാച്ചുറേറ്റഡ്. സിംഗിൾ ബോണ്ടിനാണ് നമ്മൾ എന്ത് പറയാ? സാച്ചുറേറ്റഡ് എന്ന് പറയാം. ഈ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഒന്നിച്ച് ചേരുന്നതൊക്കെ ഈ അങ്ങനെയുള്ള കോമ്പൗണ്ടുകളൊക്കെ അതൊക്കെ വരുന്ന കോമ്പൗണ്ടുകളൊക്കെ എന്താകും? അൺസാച്ചുറേറ്റഡ് ആയിട്ട് മാറും. അത്രേ ഉള്ളൂ, അപൂരിത ഹൈഡ്രോ കാർബൺ ആയിട്ട് മാറും. ഇനി മറ്റൊരു കാര്യം ഇവിടെ ഉണ്ട്. അതായത് ഈ സിംഗിൾ ബോണ്ടിനെ പറയുന്ന പേരെന്തായിരുന്നു മക്കളെ? എന്തായിരുന്നു അത്? ആൽക്കെയിനുകൾ. മലയാളത്തിൽ അത് തന്നെയാണ്, ആൽക്കെയിൻ എന്നാണ്. ഓർമ്മയുണ്ടല്ലോ കാര്യം. അതേപോലെ ഡബിൾ ബോണ്ടിനെ പറയുന്ന പേരാണ് ആൽക്കീനുകൾ. ആൽക്കീൻ അല്ലെ. അതേപോലെ മൂന്നാമത് ട്രിപ്പിൾ ബോണ്ടിനെ പറയുന്ന പേരാണ് എന്ത്? ആൽക്കൈനുകൾ. അപ്പൊ ഇതാണ് ആക്ച്വലി ഇതിന്റെ ബേസിക് ഐഡിയ. ഇതൊന്നും മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇനി ഒരു കാര്യം കൂടി സാറിന് പറയാനുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ ചാപ്റ്റർ നമ്മൾ പകുതി പഠിച്ചു കഴിഞ്ഞാൽ, കാരണം ഇതൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഈ ചാപ്റ്റർ. ഓക്കെ അല്ലടാ. അപ്പൊ നോക്കിയേ,
ഈ പറയുന്ന വേർഡ് റൂട്ട് എന്ന് പറയുന്ന സംഭവം സാർ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. നോക്കി, ഇത് നിങ്ങൾ കണ്ട് പരിചയമുള്ള ഒരു സാധനമായിരിക്കും അല്ലെ, പഠിച്ചു കഴിഞ്ഞായിരിക്കും. പക്ഷെ ഈ ചാപ്റ്ററിൽ ഈ ഒരു സംഭവം വളരെ അനിവാര്യമാണ്. ഇതില്ലാതെ ഈ ചാപ്റ്ററിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇത് പഠിച്ചു വെക്കാം. വേറൊന്നുമില്ല, കാർബണുകളുടെ എണ്ണങ്ങൾ മാറുമ്പോൾ അതിനനുസരിച്ച് അതിന്റെ വേർഡ് റൂട്ടുകൾ, അതിന്റെ ആ ഒരു എന്തിനാണ് ഫസ്റ്റ് നമ്മൾ അതിന്റെ ഹെഡ് ഒന്ന് മാറും, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, C1, അതായത് ഒരു കോമ്പൗണ്ട് നമ്മൾ എടുത്തപ്പോ അതിൽ കാർബണിന്റെ എണ്ണം 1 ആണെങ്കിൽ അതിന്റെ വേർഡ് റൂട്ട് വരുന്ന എന്തായിരിക്കും? മെത്ത് എന്ന് എഴുതി തുടങ്ങണം, അത്രേ ഉള്ളൂ. അത് തന്നെ 2 ആണെങ്കിൽ അതിനെ എത്ത് എന്ന് എഴുതി തുടങ്ങണം, 3 ആണെങ്കിൽ പ്രൊപ്പ് എന്ന് എഴുതി തുടങ്ങണം, 4 ആണെങ്കിൽ ബ്യൂട്ട്, 5 ആണെങ്കിൽ പെന്റ്, 6 ആണെങ്കിൽ ഹെക്സ്, 7 ആണെങ്കിൽ സെപ്റ്റ്, 8 ആണെങ്കിൽ ഒക്ട്, 9 ആണെങ്കിൽ നണ്ണ്, 10 ആണെങ്കിൽ ഡെക്ക്. ഇത് പഠിച്ചു വെക്കുക. ഇതില്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഓക്കെ അല്ലടാ? അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് നേരിട്ട് ഇനി എന്തിലോട്ട് പോവാം? നോമൻക്ലേച്ചറിലോട്ട് പോവാം. വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പൊ നോക്കിയടാ, ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിൽ. നമ്മുടെ ഫസ്റ്റ് തുടക്കമാണ് ഈ ചാപ്റ്ററിന്റെ നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻസ് വിത്ത് 1 ബ്രാഞ്ച്. ഒരു ബ്രാഞ്ച് വരുമ്പോൾ ഇതില് ആദ്യത്തെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻ എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. അത് സാറ് വെറുതെ ഒന്ന് കാണിച്ചു തരുമ്പോൾ ഇത്രയേ ഉള്ളൂ. നോക്കി, CH3CH3. ഇയാൾ അറിയോ? കണ്ടിട്ടുണ്ടോ? ഇതിന്റെ പേരിടാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. നോക്കുക എങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്. നോക്കി, വേറൊന്നുമില്ല. ആദ്യം മനസ്സിലാക്കേണ്ടത് ആൽക്കെയിൻ ആണോ ആൽക്കീൻ ആണോ ആൽക്കൈൻ ആണോ എന്നാണ്. ഇത് ഉറപ്പാണ് ആൽക്കീൻ. എന്താ കാരണം? സിംഗിൾ ബോണ്ട് അല്ലേ. അപ്പൊ ആൽക്കീൻ ആണ്. അപ്പൊ സാർ വെറുതെ എയിൻ എന്ന് എഴുതി വെക്കുക. ഇനി ഇതിന്റെ ആൽക്കെയിൻ എന്നാ പറയാ അല്ലെ, ആൽക്കെയിൻ എന്നാ പറയാ. എയിൻ ആണെന്ന് മനസ്സിലാക്കുന്നത് സിംഗിൾ ആണോ ഡബിൾ ആണോ ട്രിപ്പിൾ ആണോ നോക്കിയിട്ടാണ്. അപ്പൊ നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ആൽക്കാരാണെന്നാണ് അല്ലെ, ആൽക്കാരാണെന്നാണ്. അപ്പോ അത്ര നോക്കി മനസ്സിലാക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. കാരണം എന്താ? ഇതിന്റെ വേർഡ് റൂട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആൽക്ക് എന്ന് പറയുന്നത് വേർഡ് റൂട്ടാണ്. കാർബണിന്റെ എണ്ണമാണ് വേർഡ് റൂട്ട് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആൽക്ക് എന്ന് പറയുന്നത് കാർബണുകളുടെ എണ്ണം നോക്കിയാൽ നമുക്ക് സുഖമായിട്ട് കിട്ടും. എണ്ണം നോക്കിക്ക് എത്രയാ വരിക? 2 കാർബൺ. സോ എത്ത് എന്ന് വരും, എത്ത് എന്ന് വരും. അതേപോലെ എയിൻ എന്ന് എഴുതുക, ഈഥെയിൻ. അത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? ഇതേ സാധനം തന്നെ ഒന്നും കൂടി സാറ് മാറ്റിയിട്ട് ഇങ്ങനെ എഴുതുക, CH2CH3. വളരെ എളുപ്പത്തിൽ ഇതിന്റെ പേര് കിട്ടുമല്ലോ. ഒന്ന് നോക്കിക്കേടാ മക്കളെ, സിമ്പിൾ അല്ലേ? എയിൻ ആണെന്ന് മനസ്സിലായി, സിംഗിൾ ബോണ്ട് അല്ലേ, ഉറപ്പല്ലേ? ഇനി ഏതാണ് ഇതിന്റെ ആൽക്ക് ഗ്രൂപ്പ് എന്ന് കണ്ടെത്തിയാൽ വളരെ എളുപ്പമായി, സുഖമായി. എന്താണ് ആൽക്ക് ഗ്രൂപ്പ് എന്ന് കണ്ടേ? 1 2 3 3 കാർബൺ ഉണ്ട്. സോ അത് എന്താണ്? പ്രൊപ്പാണ് അല്ലേ. അതേപോലെ എയിൻ ആണ്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് പ്രൊപ്പെയിൻ. ഈ ഒരു പേരിടൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചാണ്. ഓക്കെ അല്ലേ? ഇതല്ലാതെ ഇതേ ആളിൽ തന്നെ ഒരു ബ്രാഞ്ച് വന്നാൽ എങ്ങനെ പേരിടും എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. നോക്കിക്കേ സാർ, ഇതേ ആളെ തന്നെ ഇങ്ങനെ എഴുതി. അപ്പൊ എങ്ങനെ പേരിടും? അതാണ് നമ്മുടെ ഹെഡിങ്. ഒരു ബ്രാഞ്ച് ഉണ്ടെങ്കിൽ ആൽക്കേനുകളെ എങ്ങനെ പേരിടാം? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോ എന്താ? സാറേ എല്ലാം സിംഗിൾ ബോണ്ട്. എയിന ഉറപ്പിച്ചു, എയിന. കാരണം ആൽക്കേനെ കുറിച്ച് ഞാനിവിടെ പഠിപ്പിക്കുന്നുള്ളൂ. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് എങ്ങനെ പേരിടും? നോക്കിയേ, നിങ്ങൾ നേരത്തെ പേരിട്ട് 4 കാർബൺ ഉണ്ട്. നിങ്ങൾ 1 2 3 4 4 സാറേ ബ്യൂട്ടൈൻ. ഉറപ്പിച്ച്. പൊട്ടത്തെറ്റ, അങ്ങനെ എഴുതരുത്. ഇത് ബ്യൂട്ടൈൻ ആണെന്ന് എഴുതി വെച്ചാൽ ടീച്ചർ വട്ടത്തിൽ ഇങ്ങനെ വെട്ടിട്ട് തരും. ഓക്കെ ആണോ? ഒരിക്കലും ഇങ്ങനെ എഴുതി വെക്കരുത്, തെറ്റാ. പകരം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിന് ഒരു ഐഡിയ ഉണ്ട്, ഒരു സ്റ്റെപ്പ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ് സാറ് പറയുന്നത്, ലോങ്സ്റ്റ് ചെയിനെ മനസ്സിലാക്കുക. ഏറ്റവും വലിയ ചെയിൻ ഏതാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ വിചാരിക്കും, സാർ എന്താ പറയണേ, ചെയിനോ? എന്ത് സാധനമാണ് ഈ പറയണേ എന്ന് വിചാരിക്കും. വളരെ സിമ്പിൾ ആണ്. നോക്കിയേ, ഏറ്റവും വലിയ ചെയിൻ മനസ്സിലാക്കുക എന്ന് പറയുന്നത്, ആ പറയുന്ന ആള്, ഇപ്പൊ നമ്മള് ചെയിൻ കണ്ടിട്ടില്ലേ, കുറെ കണ്ണികൾ ഉണ്ടാവും അല്ലെ. കാർബണിന്റെ കണ്ണികളെ മനസ്സിലാക്കുക. ഈ കാർബണിന്റെ കണ്ണികളെ വെക്കുമ്പോൾ കൂടുതൽ കാർബൺ വരുന്ന ആ ഒരു ചെയിൻ നമുക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചെയിൻ. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമല്ലേ? നോക്കിയേ, ഞാനപ്പോ ഇങ്ങനെ ഒന്ന് എണ്ണി നോക്കാം. നേരെ ചുമ്മാ, നമ്മൾ എല്ലായ്പ്പോഴും വലത്തോട്ടുനിന്ന് വലത്തോട്ടേക്ക് നമ്മളിങ്ങനെ വായിക്കല്ലേ ചെയ്യപ്പോഴും. അപ്പൊ നമുക്ക് നോക്കാം ഏറ്റവും വലിയ ചെയിൻ അവിടെ കിട്ടുന്നു നോക്കാം. നോക്കി ചുമ്മാ ഒന്ന് എണ്ണിക്കുക മക്കളെ നിങ്ങൾ. 1 2 3 ഇങ്ങനെ നോക്കുമ്പോൾ കറക്റ്റ് 3 എണ്ണമുള്ള വലിയൊരു ചെയിൻ എനിക്ക് കിട്ടുന്നുണ്ട്. കൊള്ളാലോ, നന്നായിട്ടുണ്ട്, അടിപൊളി. ഓക്കെ അല്ലേ? അത് പോരാ, വേറെ രീതിയിലും ചെയിൻ കിട്ടുമോ നോക്കണം. ഓക്കെ അല്ലേ? ഇങ്ങനെ ഞാൻ ചെയിൻ എടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ബ്രാഞ്ച് വന്നു. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഓക്കെ അല്ലേ? പോരാ, അതിനെ തലങ്ങും വിലങ്ങും നമ്മള് നോക്കിയിരിക്കണം. ഓക്കെ അല്ലേ? മറ്റേ പോലീസുകാർ തിരിച്ചു മറിച്ച് ചോദിക്കുന്ന പോലെ തലങ്ങും വിലങ്ങും നമ്മള് നോക്കിയിരിക്കണം. ഓക്കെ അല്ലേ? ഞാൻ ഇങ്ങനെ നോക്കി, 1 2 3 ഒരു വലിയ ചെയിന, 3 കാർബൺ ആറ്റുള്ള വലിയ ചെയിൻ. തിരിച്ചു നോക്കി, 1 2 3 ഇങ്ങനെ എടുത്താലും കണക്കാം, വലിയ വ്യത്യാസമില്ല. ഇനി ഒരു തരത്തിലും കൂടി ചിന്തിക്കാൻ നോക്കിയടാ, ഇങ്ങനെ എടുത്തൂടെ എനിക്ക്? നോക്കിയേ, ഇങ്ങനെ എടുത്തൂടെ? ഈ പറയുന്ന കാർബൺ ആറ്റത്തിനെ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുത്തൂടെ? നോക്കിയേ, ഇങ്ങനെ ഒരു ചെയിൻ എടുത്തൂടെ?
എടുക്കാം, ഒരു തെറ്റുമില്ല. നോക്കിയേ, വലുതാണെങ്കിൽ എടുക്കാം, ചെറുതാണെങ്കിൽ എടുക്കണ്ട, അത്രേ ഉള്ളൂ. നോക്കിയേ, 1 2 3 ഇങ്ങനെ എടുത്താലും അതേ സാധനം തന്നെ ഇങ്ങനെ എടുത്താലും 1 2 3 മൂന്നെണ്ണം കിട്ടും. അപ്പൊ ഏറ്റവും എളുപ്പത്തിൽ എനിക്ക് മനസ്സിലാക്കേണ്ടത് നേരെ എടുക്കുന്നതല്ലേ, അല്ലേ? അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നേരെ തന്നെ എടുക്കാന്ന് വിചാരിച്ചു. ഐഡിയ മനസ്സിലായല്ലോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ സിമ്പിൾ ആയിട്ട് സാറ് നേരെ തന്നെ ഉള്ള ചെയിൻ തന്നെ കൺസിഡർ ചെയ്യാം, ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണല്ലോടാ? അപ്പൊ നേരെയുള്ള ചെയിൻ എടുത്തു, നേരെയുള്ള ചെയിൻ നമ്മൾ എടുക്കുകയാണ്, അതാണ് ഏറ്റവും വലിയ ചെയിൻ. ഓക്കെ അല്ലേ? അത് മനസ്സിലാക്കി വെച്ചു. ഇനി ആ നേരെയുള്ള ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട് അതൊന്ന് എണ്ണി വെച്ചേക്ക്, എഴുതി വെച്ചേക്ക്. നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ ലോങ്സ്റ്റ് ചെയിൻ എത്രയാണ്ടാ? 3 ആണെന്ന് എഴുതി വെച്ചേക്ക. ചുമ്മാ ഇരുന്നോട്ടെ, ഉപകാരപ്പെടും. ഓക്കെ അല്ലേ? ഇനി ഇത് എയിൻ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ആരും ഇവിടെ ഇല്ലല്ലോ. എയിൻ ആണല്ലോ, കാരണം എന്താ, എല്ലാം സിംഗിൾ ബോണ്ട്, എങ്ങോട്ട് നോക്കിയാലും സിംഗിൾ ബോണ്ട് ആണല്ലോടാ? ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്, ബ്രാഞ്ച് ഏതാണെന്ന് നോക്കുക. ഞാൻ ഇങ്ങനെ ഒരു ചെയിൻ എടുത്തു, ഇങ്ങനെ ഒരു ചെയിൻ എടുത്തു കഴിഞ്ഞപ്പോ ഇവിടെ തൂങ്ങിക്കിടക്കുന്ന ഒരാളാണ് ബ്രാഞ്ച് എന്ന് പറയുന്നത്, അല്ലെ? നമ്മൾ എപ്പോഴും തൂങ്ങി കിടക്കുന്ന ആളല്ലേ ബ്രാഞ്ച് എന്ന് പറയാം. നമ്മൾ മരത്തിൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ അവിടെ നിന്നൊക്കെ പോണ ആളല്ലേ ബ്രാഞ്ച് എന്ന് പറയാം, ശാഖ എന്ന് പറയാം, അല്ലെ? അപ്പൊ അതേപോലെ ഈ കറക്റ്റ് മരത്തിന്റെ തടിയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ബ്രാഞ്ചാണ് ഈ പറയുന്ന CH3. നിങ്ങൾക്ക് അറിയില്ല ഇതാരാണെന്ന്, പക്ഷെ വളരെ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞുതരാം. CH4നെ നിങ്ങൾക്കറിയാം, അതാരാണ്? മീഥെയ്ൻ ആണ്. ഏതാണ്? മീഥെയ്ൻ. ഓക്കെ അല്ലേടാ? ഇതേ ആളെ തന്നെ നമ്മള് ഒരു ഹൈഡ്രജൻ കൊടുത്തുകൊണ്ട് മറ്റൊരു കാർബണുമായിട്ട് ബോണ്ട് ചെയ്യുമ്പോൾ അവിടെ അതിനെ വിളിക്കുന്ന പേരാണ് ആൽക്കൈൽ ഗ്രൂപ്പ്. എന്ത് ഗ്രൂപ്പാണ്? ആൽക്കൈൽ ഗ്രൂപ്പ്. ഇത് ഏത് ആൽക്കൈൽ ഗ്രൂപ്പാ? ഇത് ഏത് ആൽക്കൈൽ ഗ്രൂപ്പാ? ഒരു കാർബൺ ഉള്ളത് കൊണ്ട് അത് മീഥൈൽ എന്ന് വിളിക്കുന്നു. അപ്പൊ ബ്രാഞ്ച് വരുമ്പോൾ നമ്മൾ എന്ത് ചേർക്കണം? YL ചേർക്കണം. ഐഡിയ മനസ്സിലായോടാ? ഓക്കെ അല്ലേ? ബ്രാഞ്ച് വരുമ്പോൾ നമ്മൾ എന്ത് ചേർക്കണം? YL എന്ന് ചേർക്കണം. കാർബണിന്റെ എണ്ണം അനുസരിച്ച് ആൽക്കൈൽ എന്ന് ചേർക്കണം. അതായത് ആ പറയുന്ന കാർബണിന്റെ എണ്ണം ആ പേരിൽ വരണം. മെഥൈൽ എന്ന് ചേർത്തു. ഇനി ഇതേ ആള് തന്നെ CH2CH3 ആയിരുന്നെങ്കിലോ, 2 കാർബൺ ആറ്റം ഉണ്ട്. ഇവിടെ ഒരു ബോണ്ട് കാണോട്ടെ, ശരിക്കും 2 കാർബൺ ആറ്റം ഉണ്ട്. ഇതൊരു ബ്രാഞ്ച് ആയിട്ട് വന്നാൽ, ഇതേപോലെ തൂങ്ങിക്കിടക്കുന്ന ഒരാളായിട്ട് വന്നാൽ, വേറിട്ടിരിക്കുന്ന ഒരു ശാഖയായിട്ട് വന്നാൽ അതിനെ നമ്മൾക്ക് ഈഥൈൽ എന്ന് വിളിക്കാം. ഐഡിയ മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ ദേ ഞാനിവിടെ എഴുതുകയാണ്, ഇത് മീഥൈലാണ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? ബ്രാഞ്ചിനെ കണ്ടെത്തുക. ഞാൻ ബ്രാക്കറ്റിൽ ഒന്ന് എഴുതി വെക്കുക, ബ്രാഞ്ച്, ആൽക്കൈൽ. മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി മൂന്നാമത്തേത് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇതിന്റെ പൊസിഷൻ. ആരുടെ? ബ്രാഞ്ചിന്റെ. ഈ തൂങ്ങിക്കിടക്കുന്ന ആള് ഏത് സ്ഥാനത്താ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കാന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. വളരെ എളുപ്പമുള്ള സ്റ്റെപ്പാ. നോക്കിയടാ, ഈ വലിയ ചെയിനിൽ ഇയാൾ എവിടെ? ഞാൻ പറഞ്ഞു ദേ ഇവിടെ. അങ്ങനെയല്ല, ഈ വലിയ ചെയിനിൽ അയാളുടെ സ്ഥാനം എവിടെയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നോക്കിക്കേ, അതിന് ഞാൻ ഇവിടെ നിന്ന് നോക്കുക. നമ്മൾ ഒരു ചെയിൻ നോക്കുമ്പോൾ 1 2 മൂന്നാമത്തെ കണ്ണിൽ അവിടെ ഒരു ഇല കുടുങ്ങി കിടക്കേണ്ടത് നമ്മൾ സൈക്കിളിലമ്മ നോക്കി പറയില്ലേ? അതേപോലെ തന്നെ നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ നോക്കി, ഈ പറയുന്ന സ്ഥലത്ത് നിന്ന് എണ്ണി നോക്കുക, 1 2 3. രണ്ടാമത്തെ കാർബണിൽ മറ്റൊരു ശാഖ തൂങ്ങി കിടക്കുന്നുണ്ട്, ബ്രാഞ്ച് ഉണ്ട്. ഐഡിയ മനസ്സിലായല്ലോ? അപ്പൊ അതിന്റെ പൊസിഷൻ എത്രയാണ്? 2. ഈ പറയുന്ന ബ്രാഞ്ചിന്റെ പൊസിഷൻ 2 എന്ന് കരുതി പോരാ. അപ്പുറത്ത് നിന്നും മറ്റൊരാൾ ഇതേപോലെ നോക്കാം. അവിടെ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലെ ഒന്ന് നമ്പർ ചെയ്ത് നോക്കണം. ആ നമ്പർ ഇവിടെ നിന്ന് വേറെ ഇട്ട് നോക്കണം. ഞാൻ ഇട്ട് നോക്കുകയാണ്, 1 2 3. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും നമ്പർ എത്ര തന്നെയാ പൊസിഷനിൽ വരിക? 2 തന്നെയാ വരിക ബ്രാഞ്ചിന്റെ. അപ്പൊ ഞാൻ ഇവിടെ 2 തന്നെ എഴുതുന്നു. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, എപ്പോഴും ഇങ്ങനെ ആവണം എന്നില്ല. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ബ്രാഞ്ചിന്റെ പൊസിഷൻ എപ്പോഴും സ്മോളസ്റ്റ് ആയിരിക്കണം. പറഞ്ഞ മനസ്സിലായല്ലോ? ഇത് മറക്കരുത് ട്ടോ, വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ബ്രാഞ്ചിന്റെ പൊസിഷൻ എപ്പോഴും എന്തായിരിക്കണം? ഏറ്റവും ചെറിയ പൊസിഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇത് മനസ്സിലാവൂല. ഐഡിയ മനസ്സിലായോടാ? ഇവിടെ നമ്മൾ ഇങ്ങനെ എടുത്താലും രണ്ടും സെയിം പൊസിഷൻ ആയതുകൊണ്ട് സാറ് 2 തന്നെ എടുത്തു. അതുകൊണ്ട് വേറെ തർക്കമില്ല. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാ കാര്യങ്ങളുമായി ഇനി എയിൻ ആണെന്ന് മനസ്സിലായി. ഇനി എല്ലാം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇയാളുടെ പേരിടൽ ചടങ്ങ് പൂർത്തിയാക്കാം, അല്ലെ? നോക്കിയേ, എന്താണ് ആദ്യം എഴുതേണ്ടതെന്ന് മനസ്സിലാക്കാം. ഇത് നമ്മൾ ആദ്യം കണ്ടുപിടിച്ച രീതിയിലല്ല എഴുതേണ്ടത്, തിരിച്ചാണ് ഇത് എഴുതി പോകേണ്ടത്. നോക്കിയേ, ലാസ്റ്റ് കണ്ടുപിടിച്ച എന്താ? പൊസിഷൻ ആണ്, അല്ലെ? ബ്രാഞ്ചിന്റെ പൊസിഷൻ അല്ലേ? അതാദ്യം എഴുതുക. ഇനി ആർക്കും ദോഷമില്ലാത്ത ഒരു കാര്യം, ഒരു ഹൈഫൺ, ഒരു മര്യാദയ്ക്ക് വേണ്ടിയിട്ട് ആ നമ്പറും പേരിനെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു മര്യാദയ്ക്ക് സാർ ഒരു ഹൈഫൺ ഇട്ടു, ഒരു കുഴപ്പമില്ലല്ലോ. ഓക്കെ അല്ലേ? അപ്പൊ കണ്ടെത്തിയ രീതിയിലല്ല, തിരിച്ച് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്?
എഴുതി പോകേണ്ടത്. ശ്രദ്ധിക്കുക, ആദ്യം പൊസിഷൻ എഴുതി, ആരുടെ? ഇയാളുടെ ആണോ? ബ്രാഞ്ചിന്റെ. ഓക്കെ അല്ലേ? പൊസിഷൻ എഴുതി, ഇനി ഒരു ഹൈഫൺ ചുമ്മാ ഇട്ടു, മറക്കരുത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ബ്രാഞ്ചിന്റെ പേര് കണ്ടെത്തിയിട്ടുണ്ട് നിങ്ങൾ. നോക്കി, എന്താണ്? മീഥൈൽ എന്ന് എഴുതിയിട്ടുണ്ട്. എഴുതി കഴിഞ്ഞ ഇവിടെ കൊണ്ട് ഇല്ല. ഒരു കാര്യമുണ്ട്, ലോങ്സ്റ്റ് ചെയിൻ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഏതാണ് ലോങ്സ്റ്റ് ചെയിൻ? ഇതാണ് ലോങ്സ്റ്റ് ചെയിൻ. ഇങ്ങനെ നോക്കിയാലുമുള്ള 3 കാർബൺ ആറ്റങ്ങൾ കൂടിച്ചേർന്ന വലിയൊരു മാലയാണ് ഈ കണ്ടെത്തിയിരിക്കുന്നത്. 3 കാർബൺ ആറ്റങ്ങൾ വരുമ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കോടാ? ഏതാണ് വിളിക്കുന്നത്? എന്താണെന്ന് ആലോചിച്ച് നോക്കി. മെത്ത് 1 കാർബൺ ആറ്റം, എത്ത് 2 കാർബൺ ആറ്റം, പ്രൊപ്പ് 3 കാർബൺ ആറ്റം വരുമ്പോൾ അതിന്റെ വേർഡ് റൂട്ട് പ്രൊപ്പാണ്. ഐഡിയ മനസ്സിലായോ? ഓക്കെ ആണ്. അപ്പൊ പൊസിഷനായി, അതിനൊരു ഹൈഫൺ ഇട്ടു, അതിന്റെ ബ്രാഞ്ചിന്റെ പേരിട്ടു, എത്താണ് വലിയ ചെയിന്റെ കാർബൺ ആറ്റങ്ങൾ എണ്ണം വെച്ച് ഞാൻ അതിന്റെ വേർഡ് റൂട്ട് കൊടുത്തു. ഒറ്റ കാര്യം കൂടി ബാക്കിയുള്ളൂ. ഏതാണ്? ഇയാളുടെ ബോണ്ട് ഒന്ന് നോക്കുക. എല്ലാം സിംഗിൾ അല്ലേ? എല്ലാരും സിംഗിൾ അല്ലേ? എല്ലാരും സിഗ്മയല്ലേ? എല്ലാരും സിഗ്മയാ അല്ലെ? എല്ലാരും സിംഗിളാ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എയിനല്ലേ വരുള്ളൂ? പ്രൊപ്പെയിൻ ആക്കി മാറ്റി. അപ്പൊ ഇയാളുടെ പേരൊന്ന് നോക്കിയാൽ നല്ല രസകരമായ ഒരു പേരല്ലേ? 2-methyl propane. ഐഡിയ മനസ്സിലായോടാ? ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. ഇതേപോലെ എളുപ്പത്തിൽ എന്ത് എക്സാമ്പിൾ ചെയ്താലും ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയാൽ ഏത് എക്സാമ്പിളും നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാം, ഞാൻ ഉറപ്പുവരുന്നു. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്തൊരു എക്സാമ്പിളോട് നോക്കാം. അപ്പോ അടുത്തൊരു എക്സാമ്പിൾ സാറ് എഴുതി വെച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ ചെയ്ത അതേ സ്റ്റെപ്പ്, അതേ കാര്യം അതേപോലെ എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ ആൻസറും കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ ചെയ്തു നോക്കേണ്ട ഒരു കാര്യമുള്ളൂ. സിമ്പിൾ ആയിട്ട് ഫസ്റ്റ് ലോങ്സ്റ്റ് ചെയിൻ മനസ്സിലാക്കുക. ശ്രദ്ധിക്കണോട്ടാ, ലോങ്സ്റ്റ് ചെയിനാ. ആദ്യം നമ്മൾ സാധാരണ പോലെ ഇടത്തുനിന്ന് വലത്തോട്ടൊന്ന് വായിച്ചു നോക്കാം. നോക്കി, 1 2 3 4. ഇങ്ങനെ എടുത്താൽ 4 കാർബൺ ആറ്റമുള്ള വലിയൊരു ചെയിൻ കിട്ടും. ആയിക്കോട്ടെ, നല്ല കാര്യം അല്ലേ? അവിടെ നിന്നോട്ടെ. നമുക്ക് അടുത്തൊരു കാര്യം നോക്കണമല്ലോ. തിരിച്ചു നോക്കിയാലും 4 ഉണ്ട്. അപ്പൊ ഇങ്ങനെ എടുത്താലും കണക്കാം. വെയിറ്റ് ചെയ്യും, നമുക്ക് നോക്കാം. ഒരു ബ്രാഞ്ച് ഇവിടെ കിടക്കണ്ടല്ലോ അല്ലെ? ഇയാളെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ നോക്കണമല്ലോ. നമ്മൾ ഇങ്ങനെ എടുത്ത പോലെ നോക്കണ്ടേ? അപ്പൊ നോക്കാം. ഇങ്ങനെ എടുത്തു നോക്കുമ്പോ 1 2 3 4 ഇയാള് ബ്രാഞ്ച് ആയിട്ട് വന്നു. തിരിച്ചെടുത്താലും 1 2 3 4 ബ്രാഞ്ച്. അപ്പൊ 4. നേരെടുത്താലും 4, ഇങ്ങനെ എടുത്താലും 4. അപ്പൊ ഏതാ എളുപ്പം? ഇങ്ങനെ എടുത്താലും 2 എടുത്താലും കണക്കാം. അപ്പൊ അതുകൊണ്ട് സാർ നേരെ തന്നെ, അല്ലെങ്കിൽ ഞാൻ നേരെ തന്നെ എടുത്തു. കിടന്നോട്ടെ, അങ്ങനെ ഇരുന്നോട്ടെ, ഒരു കുഴപ്പമില്ല. ഓക്കെ അല്ലേ? സെയിം അല്ലേ? എങ്ങനെ എടുത്താലും സെയിം ആയതുകൊണ്ട് ലോങ്സ്റ്റ് ചെയിൻ കിട്ടി. എത്ര കാർബൺ ആറ്റം ഉണ്ട്? നമ്പർ ഓഫ് കാർബൺ ആറ്റം ഒന്ന് എഴുതി വെക്കുക. ലോങ്സ്റ്റ് ചെയിനിലെ മൊത്തം എഴുതുന്നില്ല, സ്റ്റെപ്പ് 4 കാർബൺ ആറ്റം ലോങ്സ്റ്റ് ചെയിൻ. ഇനി രണ്ടാമത്തേത് മനസ്സിലാക്കേണ്ടത് സാറ് പറഞ്ഞു. പിന്നെന്താ മനസ്സിലാക്കേണ്ടത്? അതിന്റെ ബ്രാഞ്ച് ഏതാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ തൂങ്ങിക്കിടക്കുന്ന ആളാണ് എപ്പോഴും എന്ത്? ബ്രാഞ്ച് അല്ലേ? ഈ തൂങ്ങിക്കിടക്കുന്ന ആളെ നമുക്ക് എന്ത് പറയാം? ബ്രാഞ്ച് എന്ന് പറയാം, ശാഖ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഈ കണക്ഷനിന്റെ പേര് നമ്മൾ മനസ്സിലാക്കണം. സാറ് പറഞ്ഞു ആൽക്കൈൽ ഗ്രൂപ്പ് ആയിരിക്കും അല്ലെ? ഐൽ അവിടെ കിടന്നോട്ടെ. ഐനല്ലോ, YNE അല്ല, തെറ്റാ, YL ആൽക്കൈൽ എന്ന് സാറ് പറഞ്ഞു. ഇതിൽ YL അവിടെ കിടന്നോട്ടെ, അതായിരിക്കും വരാൻ പോകും. ഞാൻ YL ചുമ്മാ എഴുതി വെക്കുന്നുണ്ട്. ഓക്കെ, ഇനി ആൽക്ക് കിട്ടണ്ടേ? അപ്പൊ ഈ ബ്രാഞ്ചിന്റെ പേര് കിട്ടണ്ടേ? അതിന്റെ ആൽക്കിനെ നിങ്ങൾക്കറിയാം. ഞാൻ പലപ്പോഴായി പറയുന്നു, എന്താണ്? വേർഡ് റൂട്ട് ആണ് ആൽക്ക് എന്ന് പറയുന്നത്. അപ്പൊ വേർഡ് റൂട്ട് ഏതാ? വേർഡ് റൂട്ട് മനസ്സിലാക്കാമല്ലോ. കാർബൺ എണ്ണം നോക്കിയാൽ പോരെ? അപ്പൊ ഏതാണ്? മിഥൈൽ തന്നെയാണ് ഇവിടെ വേർഡ് റൂട്ട് എന്ന് പറയുന്നത്, ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടുത്തെ ബ്രാഞ്ച്. ഓക്കെ ആണോടാ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇനി മൂന്നാമത്തെ ഒരു സ്റ്റെപ്പ് കൂടി കഴിഞ്ഞാൽ ഈ സാധനം കിട്ടി. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നോമൻക്ലേച്ചർ ഓഫ് ആൽക്കീൻസ് വിത്ത് 1 ബ്രാഞ്ച് സിംഗിൾ ആയിട്ട് നിങ്ങൾ തീർത്തുന്നുള്ളതാണ്. നോക്കിക്കേ, ഈ ബ്രാഞ്ചിന്റെ പൊസിഷൻ മനസ്സിലാക്കണം. സ്ഥാനം നോക്കി. ഇവിടെ നിന്ന് നമുക്ക് ഒന്ന് എണ്ണി നോക്കാം അല്ലെ? 1 2 3 4. കൊള്ളാം, രണ്ടാമത്തെ പൊസിഷനിൽ കിട്ടി. പോരാ, തിരിച്ചും നോക്കണം അല്ലെ? 1 2 3 4. നോക്കിയടാ, ഇവിടെ നിന്ന് നോക്കുമ്പോ നേരത്തെ നമ്മൾ നോക്കിയപ്പോ 2 പൊസിഷൻ, ഇങ്ങനെ എടുത്താലും ഈ പറയുന്ന ബ്രാഞ്ചിന്റെ പൊസിഷൻ സെയിം ആയിരുന്നു. ഇപ്പൊ ഒന്ന് നോക്കിക്കേ, ഇവിടെ നിന്ന് നോക്കുമ്പോ ഈ ബ്രാഞ്ചിന്റെ പൊസിഷൻ 2. ഇങ്ങനെ നോക്കുമ്പോൾ ഈ ബ്രാഞ്ചിന്റെ പൊസിഷൻ 3. അതായത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ, ഞാൻ ഈ വശത്ത് നോക്കുമ്പോൾ 3ഉം ഈ വശത്ത് നോക്കുമ്പോൾ 2ഉമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതാ വേണ്ട? സാറ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്മോളസ്റ്റ് ആയിട്ടുള്ള, വളരെ ചെറുതായിട്ടുള്ള പൊസിഷൻ ആണ് എപ്പോഴും എടുക്കേണ്ടത്.
ഓക്കെ അല്ലടാ? ഓക്കെ അല്ലേ? ഏതാ ചെറുത്? 2 ആണോ 3 ആണോ ചെറുത്? ഇനി ചെറുതും വലുതും തിരിച്ചറിയാൻ പറ്റാത്ത ആൾക്കാരൊന്നും ഇവിടെ ഇരിക്കരുത് കേട്ടോ. ഓക്കെ, ഈ പറയുന്ന 2ഉം 3ൽ ഏറ്റവും ചെറുത് ഇതാ 2ആണ്. സോ ഞാൻ ആ പൊസിഷൻ എടുത്തു 2. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ആ പേര് നല്ല വൃത്തിക്ക് എഴുതി വെച്ചാൽ കാര്യങ്ങളൊക്കെ പൂർണ്ണമായി. സാർ ആ പേര് എഴുതാൻ പോവാണ്. ആദ്യം ഞാൻ ഇവിടെ നിന്ന് തിരിച്ച് എഴുതിയ പോലെ അല്ല, ഓർഡറിലല്ല, തിരിച്ച് എഴുതിയാൽ മതി, കാര്യങ്ങൾ ക്ലിയർ ആവും. നോക്കിക്കേ, പൊസിഷൻ ആദ്യം എഴുതി, ഒരാളെ മിസ് ചെയ്യരുത്, കോമയല്ല ആദ്യം എഴുതേണ്ടത്, ഹൈഫൺ. ഓക്കെ അല്ലേ? ആ പേരും നമ്പറും ഒന്ന് മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് അതിൽ വലിയ കാര്യമൊന്നുമില്ല, ഒരു വലിയ കിട്ടിയെന്നുള്ളൂ ഞാൻ. ഓക്കെ, ഇനി രണ്ടാമത്തേത് എഴുതേണ്ടത് ഏതാണ്? ഈ ബ്രാഞ്ചിന്റെ പേര് ഇവിടെ ഓൾറെഡി നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്, മീതൈൽ എന്ന് കണ്ടുവച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? മീതൈൽ എന്ന് കണ്ടുവച്ചിട്ടുണ്ട്. തീർന്നില്ല, വലിയ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം 4ആണ്. 4ആണെങ്കിൽ വേർഡ് റൂട്ട് എന്താടാ? എത്താണോ, മെത്താണോ, പ്രൊപ്പാണോ, ബ്യൂട്ടാണോ? ബ്യൂട്ടാണ് അല്ലേ? ബ്യൂട്ട്. ഇനി ഒരു കാര്യം ബാക്കിയുണ്ട്, സഫിക്സ്. ഇയാളുടെ പേരില് ഏനാണോ ഈനാണോ ഐനാണോ എന്ന് മനസ്സിലാക്കണം. സിംഗിൾ ബോണ്ട് അല്ലേ ഇല്ല? അപ്പൊ നേരത്തെ നമ്മൾ പഠിച്ച പോലെ എയിൻ തന്നെ എഴുതി. സോ ഇതാണ് അതിന്റെ പേര്. ഐഡിയ മനസ്സിലായല്ലോ? എളുപ്പമല്ലേ? 2 എക്സാമ്പിൾ ഞാൻ പഠിപ്പിച്ചു. ഞാൻ കുറച്ച് കാര്യങ്ങളോട് ഇവിടെ എഴുതിയിടും, അതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ അല്ലേടാ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു സാർ. അപ്പോൾ ഞാൻ ഇവിടെ 2 എക്സാമ്പിൾ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്. ഇത് രണ്ടും കൂടെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പാണ് മക്കളെ, നിങ്ങൾ നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയ്ൻസ് വിത്ത് 1 ബ്രാഞ്ച് സിമ്പിൾ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ അല്ലേ? ഇതേപോലെ തന്നെയാണ് അടുത്തത് മോർ ദാൻ 1 ബ്രാഞ്ച് ആകുമ്പോൾ ഒരു ചെറിയ വ്യത്യാസമുള്ളൂ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ കൃത്യമായിട്ട് ചെയ്തു നോക്കുക. ആൻസർ ഒക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കുക. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, ടാറ്റാ.